ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നേ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സൗണ്ട് ബാർ ആണ് കേട്ടോ. 600 വാട്ടിൻ്റെ ഒരു സൗണ്ട് ബാർ ആണ്. എൻ്റെ ഈ ഒരു സെറ്റപ്പിൽ ഈ സാധനം കൊള്ളില്ല, അതാണ് കുഴപ്പം. ഞാൻ ആക്ച്വലി ഇത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പെട്ടിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. സെബ്രോണിക്സിൻ്റെ ആണ്. 54,990 രൂപയ്ക്കാണ് MRP ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. ഇതിന് നിങ്ങൾക്ക് പേര് പറഞ്ഞാൽ ചിലപ്പോൾ അറിയേണ്ടായിരിക്കും. ഇത് വയർലെസ് ആണ്. സെബ് ജൂക്ക് ബാർ 9510WS Pro എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഇതാണ്. എൻ്റെ ഇതിൽ കൊള്ളുമെന്ന് അറിയില്ല. അതാ കറക്റ്റ് ഓൾമോസ്റ്റ് ഇപ്പോൾ കൊള്ളു. ഇതാണ് സംഭവം കേട്ടോ. അതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 2 സാറ്റലൈറ്റ് സ്പീക്കറും ഒരു വൂഫറും ഒരു സൗണ്ട് ബാറാണ് വരുന്നത്. ഞാൻ ഇത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാൻ ഡീറ്റെയിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് 5.1 കിട്ടുന്നുണ്ട്, USB പോർട്ട് കിട്ടുന്നുണ്ട്, TV ARC സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഓക്സ് ഒപ്റ്റിക്കൽ എല്ലാ സംഭവം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വൂഫറും അതുപോലെ തന്നെ സാറ്റലൈറ്റ് സ്പീക്കേഴ്സും എല്ലാം വയർലെസ്സാണ്. നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. TV യിൽ നിന്നുള്ള HDMI പോർട്ട് ഡയറക്റ്റ് നമ്മുടെ സൗണ്ട് ബാറിൽ കുത്തിയാൽ മതി. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഒരു 3-4 ദിവസമായി നമ്മൾ ഷോമിയുടെ TVയുടെ വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട് റൂമിൽ. അപ്പോൾ കിടിലൻ സപ്പോർട്ടും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് നമ്മൾ ഇപ്പോൾ ഫോണിൽ കണ്ടിട്ടാലും ഒക്കെ നല്ല ഒരു രക്ഷയില്ലാത്ത സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അത് അടുത്തായിട്ട് കാണിച്ചു തരാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതിയിട്ടാണ്. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ കിട്ടും. ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ വെബ്സൈറ്റ് നോക്കാൻ മറക്കണ്ട. Ajami.bank.support. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഈസിയായിട്ട് തന്നെ നമ്മുടെ റെഫറൽ ത്രൂ സെറ്റപ്പിൻ്റെ റെഫറൽ ത്രൂ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പിൻകോഡ് എലിജിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് പറ്റൂട്ടാ. ചെക്ക് കൂടി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സെബ്രോണിക്സിൻ്റെ സൗണ്ട് ബാറിൻ്റെ മെയിൻ യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഡോൾബി ഓഡിയോയുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഞാനത് പവർ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ സാധനത്തിൻ്റെ എന്താ പറയുക, ഇതാണ് കേട്ടോ നമ്മുടെ റിമോട്ടാണിത്. ഇതിൽ ആക്ച്വലി ഇൻബിൽഡായിട്ട് ഇവർ എന്താ പറയുക, ഇതൊന്നും തരുന്നില്ല കേട്ടോ. നമ്മുടെ ബാറ്ററി ഒന്നും തരുന്നില്ല. അത് ഭയങ്കര ബോറായിപ്പോയി. പിന്നെ ഇതിൽ നമുക്ക് പിന്നെ ഇതിൻ്റെ പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഷോമി TV ആണ്. അപ്പോൾ പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് പവറിൻ്റെ ഡയറക്റ്റ് വരുന്നത്. പിന്നെ നമുക്കിവിടെ പ്ലഗ് ചെയ്യാനുള്ള 2 സാധനങ്ങളുണ്ട്. പിന്നെ HDMI ആർക്ക് അതുപോലെ തന്നെ ഓക്സ് സപ്പോർട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു USB സപ്പോർട്ടും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്തേക്കാം. നമുക്കിത് ബ്ലൂടൂത്തിലൊക്കെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇതിൻ്റെ സെപ്പറേറ്റ് കൂടെ വരുന്നത് ഇതിന് മാത്രമേ നമുക്ക് ആക്ച്വലി കണക്ഷൻ വേണ്ട കേട്ടോ. അതാണ് അതിൻ്റെ ഗുണം വരുന്നത്. എൻ്റെ ടേബിളിൽ കുറച്ച് കൂടുതലില്ല. പിന്നെ വരുന്നത് നമ്മുടെ ഇതാണ് അതിൻ്റെ വൂഫർ. കണ്ടു, സെബ്രോണിക്സിൻ്റെ അത്യാവശ്യം നല്ലൊരു വലിയൊരു വൂഫറാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഈ സൈഡിൽ അതിൻ്റെ ഒരു മെഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ സപ്പോർട്ടൊന്നുമില്ല. അതിനാകെ ഒരു പവർ ബട്ടൺ എന്താ പറയുക, ഒരു അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ വരുന്നത് 2 സാറ്റലൈറ്റ് സ്പീക്കറാണ്. ഈ 2 സാധനം കണ്ടു. ഇതിനും 2 അഡാപ്റ്റർ വരുന്നുണ്ട് സെപ്പറേറ്റ്. എല്ലാത്തിനും ഇപ്പോൾ 3 അഡാപ്റ്റർ വേണം നമുക്ക്. 3 പവർ സ്ലോട്ട് വേണം, വേറെ ഒന്നും വേണ്ട. അതാണ് അതിൻ്റെ ഒരു ഗുണം വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എടുത്ത് കാണിച്ചു തരികയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സാധനം വരുന്നുണ്ട്. കണക്ഷൻ വരുന്ന സംഭവം ഇതാണ്. താഴെ ഒരു Type-C ഉണ്ട്. അത് ആക്ച്വലി അവർക്ക് ഫേംവെയർ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ബിൽഡ് ക്വാളിറ്റി നല്ല ടോപ്പ് നോച്ചാണ് കേട്ടോ. അതൊരു ഫുള്ളി ഒരു പിയാനോ ഫിനിഷ് ആയിട്ടുള്ള വരുന്ന ഒരു ഗ്ലോസി ഫിനിഷ് ആയിട്ട് വരുന്ന സാധനം. അപ്പോൾ തൊട്ടപ്പോൾ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരും. ഞാൻ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ഇത് ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ട് ഫോണിൽ കൂടെ മ്യൂസിക് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. ഞാനിപ്പോൾ ഇത് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്തിൽ പെയർ ചെയ്തേക്കുന്നത്, ഞാൻ ബ്ലൂടൂത്തിലാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്, TV കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ഈ റിമോട്ടിന് കാര്യം പറയുകയാണെങ്കിൽ നമുക്കിതിൽ പവർ ബട്ടൺ ഉണ്ട്, പിന്നെ ഇൻപുട്ട് സെലക്ട് ചെയ്യാനുള്ളതുണ്ട്, പിന്നെ പെയർ മോഡ് സെപ്പറേറ്റ് വേറെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സ്വിച്ചുകളും അതുപോലെ ഇക്വലൈസറും സൗണ്ട് കൂടാനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഓൺ ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ട് മാറ്റി കൊടുത്താൽ ബ്ലൂടൂത്ത് അതുപോലെ തന്നെ ഓക്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൽ ബ്ലൂടൂത്ത് സെലക്ട് ചെയ്തു. അപ്പോൾ ഞാനതിൽ നമ്മുടെ ഫോണിൽ എന്താ പറയുക, ജസ്റ്റ് കയറി നമ്മുടെ ഇത് കയറി വന്നു. സെബിൻ്റെ ജൂക്ക് ബാർ സാധനം കണക്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഞാൻ 2-3 പാട്ട് വയ്ക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് ഒരു കോപ്പി റൈറ്റ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് വീഡിയോസും നമ്മുടെ 2 മെയിൻ ചാനലിലും GHH പോലുള്ള ചാനലിലും നമ്മൾ ഇടുന്നുണ്ട്. കാണാത്തപ്പോൾ കണ്ടു. ഓക്സിജൻ നോയ്സിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആ കോപ്പിറൈറ്റ് മ്യൂസിക് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും വേണ്ട കേട്ടോ. നമ്മളത് പവർ ഓൺ ചെയ്യുക. ഈ 3 എണ്ണത്തിനും പ്ലഗ് പവർ ഓൺ ചെയ്യുക. വേറെ ഒന്നും ചെയ്യേണ്ട. ഓട്ടോ പെയറിങ് ആയിക്കോളൂ. ഇത് ഓട്ടോ പെയറിങ് പെയർ ആയില്ലെങ്കിൽ സെപ്പറേറ്റ് ആകുമ്പോൾ ബട്ടൺ ഉണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും ഒരു ഇഷ്യൂ ഇല്ലാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി പെയർ ആയിക്കോളും. അപ്പോൾ ഞാൻ എൻ്റെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ ഒരു കോപ്പിറൈറ്റ് മ്യൂസിക് അടിച്ച് കാണിച്ചു തരാം. എന്താ ഇപ്പോൾ സൗണ്ട്
അപ്പോൾ ബാസ് കണ്ടില്ല, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. നല്ല 9510W എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ആമസോണിൽ ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഈ സെയിം മോഡൽ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ വേറൊരു ഡിസൈനുള്ളൊരു മോഡലാണ് കിട്ടിയത്. കുറച്ചുകൂടി പ്രൈസ് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചില്ല. എന്ന് വെച്ചാൽ വുഡൻ ഫിനിഷ് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു മോഡലുണ്ട്. അത് ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾ ഫ്രണ്ട് റൂമിലൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാലും മതി. ബാക്കിയൊക്കെ സെയിമാണ്. പക്ഷേ എനിക്കിത് ഓൾമോസ്റ്റ് ഒരു 9000 റുപ്പീസിനാണ് ആമസോണിൽ കിട്ടിയത് ആഫ്റ്റർ കാർഡ് ഡിസ്കൗണ്ട്. അപ്പോൾ കിഡിലാണ് സാധനമുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രത്യേകിച്ച് വയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എവിടെ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം. അതാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത്. ചോരണം TV വെച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ കണക്ഷനൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് അത് ഇപ്പോൾ പവർ കുത്തിയാൽ മതി. ഭയങ്കര ഈസിയല്ലേ ഈ വയർ. അല്ലെങ്കിൽ തന്നെ വയറുകൾ കാരണം ഫുള്ള് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ അതാണ് ഞാൻ ശരിക്കും വയർലെസ് ആയിട്ടുള്ള സാധനം മോഡൽ നോക്കി തപ്പിയത്. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ താഴെ ഇരിക്കുന്നത് സാംസങ്ങിൻ്റെ മെയിൻ TV ആണ്. അപ്പോൾ അതിൽ തന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചാണ് സാംസങ്ങിൻ്റെ സൗണ്ട് ബാർ. അപ്പോൾ അതിനാകുമ്പോൾ നമുക്ക് വയേർഡാണ് അതെല്ലാം. അപ്പോൾ സാംസങ്ങിൻ്റെ സോണിയുടെ ഒക്കെ നമുക്ക് വയർലെസ് കിട്ടണമെങ്കിൽ 25,000 രൂപ 30,000 കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വാറണ്ടിയും വലിയ മോശമില്ലാന്ന് കേട്ടത്. വലിയ കംപ്ലയിൻസ് ഒന്നും സെബ്രോണിക്സിൻ്റെ ഈ സ്പീക്കറിൻ്റെ ഐറ്റംസിൽ വലിയ വന്നിട്ടില്ല. അങ്ങനെ വാനി രജിസ്ട്രേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല എന്നാണ് യൂസ് ചെയ്ത രജിസ്റ്റർ ഞാൻ ചോദിച്ചപ്പോൾ കേട്ടത്. പിന്നെ മിവിയുടെയും അതൊക്കെ കുറച്ചുകൂടി ലോക്കലാണ്. മിവിയൊക്കെ ഭയങ്കര ഇപ്പോൾ സപ്പോർട്ടൊക്കെ ഭയങ്കര ഷോക്കാണ്. പിന്നെ ബോട്ടിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് പൊട്ടി പണ്ടാറടങ്ങിയിരിക്കുകയാണ് അവർ കമ്പനിക്കായിട്ട്. പിന്നെ വേറെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അത്യാവശ്യം പിന്നെ കുഴപ്പമില്ലാതെ കുറേ കാലമായിട്ടുള്ള നമ്മുടെ മാർക്കറ്റിലുള്ളത് സെബ്രോണിക്സ് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ സെബ്രോണിക്സിൽ പോകാൻ കാരണം കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതിട്ടാ. അടുത്തില്ലാണ്.